നിങ്ങൾ ഈ കാണുന്നത് വെറൊരു സ്മാരകമല്ല. 1700കളിലെ കേരളത്തിൽ ചരക്ക് വ്യാപാരവുമായി ബന്ധപ്പെട്ട് അതിന് വലിയ പങ്ക് വഹിച്ച സ്മാരകമാണ് നമ്മുടെ തലശ്ശേരി ഫോർട്ട്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂറോപ്യൻ വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു തലശ്ശേരി. കടലിലേക്ക് ഒഴുകുന്ന താഴ്ന്ന മരക്കുന്നുകളുടെ ഒരു കൂട്ടത്തിലാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് 17ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബ്രിട്ടീഷുകാർ തലശ്ശേരിക്ക് വടക്കൊരു ഫാക്ടറി തുറന്നു. പിന്നീട് കോലത്ത് നാട്ടിലെ യഥാർത്ഥ ഭരണാധികാരിയായിരുന്ന വടക്കേലങ്കൂരിൽ നിന്ന് അവർ സ്ഥലം വാങ്ങി. 1708 ഈ ഫാക്ടറി സ്ഥാപിതമായത്. എന്നിരുന്നാലും കോലത്തിരി കുടുംബത്തിന്റെ ഉദയമംഗലം ശാഖയും നാട്ടുപ്രമാണിയുമായ കോരങ്ങോത്ത് നായരും ഈ നടപടിയിൽ നീരസപ്പെടുകയും അക്രമം നടത്തുകയും ഇംഗ്ലീഷ് സ്വത്തുക്കൾക്ക് ഗുരുതരമായ നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്തു. തങ്ങളുടെ വ്യാപാര പ്രവർത്തനങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോലത്തിരി രാജാവിന്റെ പിന്തുണയോടെ അവർ തലശ്ശേരിയിൽ പുറമലകൾക്ക് ചുറ്റും ഒരു കോട്ട പണിതു. 1725 മാഹിയിലെ ഫ്രഞ്ച് അധിനിവേശം മലബാർ തീരത്തൊരു ശക്തി കേന്ദ്രം സ്ഥാപിക്കാനുള്ള ഒരു കോട്ട ശക്തിപ്പെടുത്താൻ ബ്രിട്ടീഷുകാർ കമ്പനിയെ നിർബന്ധിതരാക്കി. 1781 മൈസൂർ രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന ഹൈദരാലി മലബാർ നിയന്ത്രിക്കാനുള്ള തന്റെ പ്രചരണത്തിനിടെ കോട്ട പിടിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. അദ്ദേഹത്തിന് പിൻഗാമിയായിരുന്ന ടിപ്പു സുൽത്താൻ 1792 മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിന്റെ അവസാനത്തിൽ മലബാർ ജില്ല ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കാൻ നിർബന്ധിതരായി. കടലിന് അഭിമുഖമായുള്ള തലശ്ശേരി കോട്ട 10 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഉയരമുള്ള വൃത്താകൃതിയിലുള്ള ദ്വാരങ്ങളുമായുള്ള മതിലുകളും ശക്തമായ വശങ്ങളുള്ള കൊത്തളങ്ങളുമുള്ള ലാറ്ററൈറ്റ് ബ്ലോക്കുകളിൽ നിന്നാണ് ഇത് നിർമ്മിച്ചത്. ചതുരാകൃതിയിലുള്ള കോട്ട, അതിൻ്റെ കൂറ്റൻ മതിലുകൾ, ശക്തമായ കൊത്തളങ്ങൾ, കടലിലേക്കുള്ള രഹസ്യ തുരങ്കങ്ങൾ, സങ്കീർണമായ കൊത്തുപണികളുള്ള കൂറ്റൻ വാതിലുകൾ എന്നിവ ഗംഭീരമായ ഒരു ഘടനയാണ്. ഒരു വിളക്കുമാടം പഴയ റൗട്ട് സ്ഥലത്തെ അടയാളപ്പെടുത്തുന്നു. ഒരു കാലത്ത് തലശ്ശേരിയുടെ വികസന കേന്ദ്രമായിരുന്നു ഈ കോട്ട. കടൽ തീരത്തിനടുത്തുള്ള യൂറോപ്യന്മാരും പ്രാദേശിക ടീമുകളും തമ്മിൽ നടന്ന ക്രിക്കറ്റ് മത്സരങ്ങൾ തലശ്ശേരിയെ പ്രശസ്തമാക്കിയിരുന്നു. ആ ദിവസങ്ങളിൽ വലിയ ജനക്കൂട്ടത്തെ ആകർഷിച്ചിരുന്നു. 1921 മുതൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിരീക്ഷണത്തിലുള്ള ഒരു കേന്ദ്ര സംരക്ഷിത സ്മാരകമാണിത്. കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും കാണാം. ദിസ് ഇസ് JP സൈനിങ് ഓഫ്.